നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏതായാലും ശ്രുതിമോൾ എവിടെയാണെന്ന് ഞാൻ അവരോട് പറയാൻ പോവാ. അവര് പോയി കാണട്ടെ. എന്നിട്ട് മോളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ടോ? അതേപ്പറ്റിയൊന്നും പറഞ്ഞില്ല. ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓ, അക്ബറായിരുന്നു നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ. സ്വാമിയാണെന്ന് എനിക്ക് മനസ്സിലായി. സാറ് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട? അല്ലെങ്കിൽ തന്നെ സാറ് സ്വാമിയെ വിളിക്കുന്നതിന് എനിക്കെന്താ പ്രശ്നം? സാർ അതെന്തിനാ എന്നോട് മറച്ചു വയ്ക്കുന്നത്? അതെല്ലാം നിരത്തൻ. സ്വാമിയും ഞാനും തമ്മിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ടെന്നോ എന്തൊക്കെയോ രഹസ്യ ഡീലുകളുണ്ടെന്നോ ഒക്കെയാണ് എൻ്റെ മകൾ പറയുന്നത്. ഇനി നിരഞ്ജനെയും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സ്വാമിയാണ് വിളിച്ചതെന്ന് പറയാതിരുന്നത്. അക്ഷര എന്നെ ഒന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല സർ. അക്ഷരയ്ക്ക് ചില ധാരണകളുണ്ട്, ചില സംശയങ്ങളുണ്ട്. അത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അക്ഷരയുടെ സ്വഭാവം വെച്ച് പറയാനുള്ളത് അവൾ മുഖത്ത് നോക്കി പറയും. സാറിനറിയാലോ. സാറ് വിളിച്ചത് ഞാൻ എന്തായാലും ശ്രുതിമോളുടെ കാര്യത്തിൽ ഒരു ഡിസ്പ്യൂട്ടിനോ ബഹളത്തിനോ ഒന്നുമില്ല. മോൾ എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. നിരഞ്ജൻ്റെ ഫോണിലേക്ക് ഞാൻ അവിടുത്തെ ലൊക്കേഷനും ഡീറ്റെയിൽസും സെൻഡ് ചെയ്യാം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഈ പോക്ക് അപകടത്തിലേക്കായിരിക്കും. പറ്റുമെങ്കിൽ അക്ഷരയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഇല്ല സർ, മോളുടെ പിറന്നാളല്ലേ. പോകണമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ അക്ഷര. അത് തടയുന്നത് ശരിയല്ല സർ. പിന്നെ സുരക്ഷിതത്വം. ആർക്കാണ് സർ ജീവിതത്തിൽ സുരക്ഷിതത്വം ഉള്ളത്? നമ്മൾ എത്ര സുരക്ഷിതരാണെന്ന് കരുതുന്നുവോ അത്രത്തോളം നമ്മൾ അരക്ഷിതരുമാണ്. ശ്രുതിമോൾക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. മോളെ പോയി കണ്ടിട്ട് നിങ്ങൾ അന്ന് തന്നെ മടങ്ങിപ്പോരില്ലേ? അങ്ങനെയാണ് ഇപ്പൊ കരുതിയിരിക്കുന്നത്. മൂന്നാറിൽ നിന്ന് മറയൂർ കാന്തല്ലൂർ വഴി വട്ടവടയ്ക്ക് പോകുന്ന റൂട്ടിൽ ഒരു കോൺവെന്റ് ഉണ്ട്. അവിടെയാണ് ശ്രുതിമോളുള്ളത്. ഉടനെയൊന്നും ശ്രുതിമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിക്കരുത്. അങ്ങനെ ഒരു വാക്കും ആശയും കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യരുത്. കാരണം കഴുകന്മാരുടെ നടുവിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ മോളെ എപ്പോഴും പൊതിഞ്ഞു പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഇനിയും നിങ്ങളുടെ കയ്യിലാണ് കാര്യം. ഞാൻ പറഞ്ഞല്ലോ സാർ, ശ്രുതിമോളുടെ സുരക്ഷയുടെ കാര്യത്തിൽ സാറിനേക്കാളും വേവലാതി എനിക്കുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. ഒടുവിൽ നമ്മൾ തോറ്റുപോവാ അല്ലേ മോളെ? അച്ഛൻ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. തോറ്റൂന്ന് നമ്മൾ കരുതി നിൽക്കുന്ന അവസാന നിമിഷത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ജയിക്കുന്നത്. ജീവിതം അങ്ങനെയല്ല അച്ഛാ. എനിക്കിപ്പോഴും പ്രതീക്ഷയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിത്യയ്ക്ക് ശരത്തിന് ഇപ്പോ ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലാ എന്റെ പ്രതീക്ഷ. പക്ഷേ നമ്മുടെ മുൻപിൽ തോറ്റു പോകുമെന്ന നാണക്കേട് മുന്നിൽ കണ്ട അവളിപ്പോ ഈ കല്യാണത്തിന് തല കുനിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാ ശരത്തും കല്യാണത്തിന് ധൃതി കൂട്ടുന്നത്. ശരിയാ മോളെ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. കല്യാണം എന്ന് കേൾക്കുമ്പോ ഇത്രയും ദിവസം വഴുതി മാറി നടന്നവൻ പെട്ടെന്ന് 7 ദിവസത്തിനകം കല്യാണം വേണമെന്ന് പറഞ്ഞു വരണമെങ്കിൽ അതിന്റെ പിന്നിൽ എങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. എന്തായാലും കല്യാണത്തിന് നമുക്ക് സമ്മതമാണെന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടേച്ചാ. അതിനിടയിൽ ദൈവം എന്തെങ്കിലും അത്ഭുതം നടത്തിയാലോ? വരുന്നുണ്ട്. എന്തോ കൊഴുത്തിരുമ്പ് കേസ് കൊണ്ടാന്നാ തോന്നുന്നു. അച്ഛനൊന്നും പറയാൻ പോണ്ട. നീ വാ ഇങ്ങോട്ട്. എടാ മനോഹര,
നീയും നിന്റെ മരുമോളും ചേർന്ന് എന്ത് ഗൂഢാലോചനയാടാ നടത്തുന്നത്? ആ അതെ, എങ്ങനെ അമ്മയുടെ തലയിൽ ബോംബിടാന്ന് ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. എടാ നീയും ഇവളും കൂടെ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. എനിക്കറിയാം. അമ്മയ്ക്ക് എന്നേലും പറയാനുണ്ടെങ്കിൽ അത് പറ. എനിക്കല്ല, ശരത്തുമോനാ നിന്നോടൊരു കാര്യം പറയാനുള്ളത്. ആ ശരത്ത് മോൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മയുടെ വക്കാലത്ത് എന്തിനാ? അല്ല, കേട്ടപ്പോ ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നി. അല്ല, നീയൊന്ന് കേട്ടു നോക്ക്. പിന്നെന്താ, കേക്കാലോ. കേക്കാൻ വിധിക്കപ്പെട്ടവനായി പോയില്ലേ. ആ എന്നാ പിന്നെ ശരത്ത് മോൻ മൊഴിഞ്ഞാലും. അല്ല, ഞാൻ പറയുന്ന കാര്യം അച്ഛൻ സീരിയസ് ആയിട്ട് എടുക്കണം. ഇതെന്റെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നം. അഭിമാനം ശരത്ത് മോന്റെ. എന്നാ പറ. രണ്ടുപേര് എന്റെ നിത്യയുടെ കല്യാണത്തിന് വരാൻ പാടില്ല. ആഹാ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ശരത്ത് മോന്റെ അച്ഛനും അമ്മയും വരത്തില്ലല്ലോ. എന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ആരാണോ ഒരു രണ്ടുപേര്? ഞാനും പാർവതിയാണോ, അതോ ഞാനും ദേവികമോളുമാണോ? ഡോക്ടർ നിരഞ്ജനും ആ വക്കീൽ സിദ്ധാർത്ഥനും. ഇവർ രണ്ടുപേരും എന്റെ നിത്യയുടെ കല്യാണത്തിന് വരാൻ പാടില്ല. എന്നാന്നേ അവര് ശരത്തുമോനെ പിടിച്ച് കടിക്കൂ? എന്റെ നിത്യയുടെ ഹൽദി മുടക്കാൻ ചരട് വലിച്ചവനാ ഡോക്ടർ നിരഞ്ജൻ. ആ പൊന്നുമണി എന്ന് പറയുന്ന പിഴച്ച പെണ്ണിനെ മുന്നിൽ നിർത്തി എന്നെ ജയിലിൽ കയറ്റാൻ നടക്കുന്നവനാ വക്കീൽ സിദ്ധാർത്ഥൻ. ഇവരെ രണ്ടുപേരെയും ചടങ്ങിന് ക്ഷണിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ലെന്നോ? ആരാടാ എന്നോട് ആജ്ഞാപിക്കാൻ? നീ എന്താ പറഞ്ഞേ? എൻ്റെ നിത്യയുടെ കല്യാണോ? ഡാ, എൻ്റെ മകളുടെ കല്യാണം. അവിടെ പൊട്ടബുദ്ധിക്ക് അവൾ എങ്ങനെയോ ഇഷ്ടപ്പെട്ടു പോയ ഒരുത്തനുമായിട്ട് ഞാൻ നടത്തുന്നു. അതുകൊണ്ട് മാത്രമാണ് വരന്റെ സ്ഥാനത്ത് നീ നിൽക്കുന്നത്. കേട്ടോടാ ശരത്ത് മോനെ. അതുകൊണ്ട് എൻ്റെ മകളുടെ കല്യാണത്തിന് ആരെയൊക്കെ ക്ഷണിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഭാവിയിലെ നിനക്ക് നെത്തിയുമൊക്കെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയുടെ കല്യാണത്തിന് ആരെയൊക്കെ ക്ഷണിക്കണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. അല്ലെങ്കിലും നിരഞ്ജൻ സാറും സിദ്ധാർത്ഥനും ഒക്കെ കല്യാണം മുടക്കാനൊന്നും അല്ലല്ലോ വരുന്നത്. എനിക്ക് അങ്ങനെ സംശയമുണ്ട്.